السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിധികർത്താക്കൾ, സാദാത്യങ്ങളെ, ഈ പ്രൗഢ ഗംഭീര സദസ്സിൽ എനിക്ക് പറയാൻ കിട്ടിയ വിഷയം അറിവിൻ്റെ മതം എന്നതാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ് മനുഷ്യർ. ഭൂമിയിൽ ചേതനവും അചേതനവുമായ കാര്യങ്ങളിൽ മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നത് അവന്റെ ബുദ്ധിയും വിവേകവും കാരണം മാത്രമാണ്. ഇസ്ലാമിക് അന്തരീക്ഷത്തിൽ ജീവിതത്തിന്റെ വഴിയെ വെട്ടിപ്പാകപ്പെടുത്തി അതിലൂടെ ജീവിതം നയിച്ചു വന്ന ഒരാളുടെ അറിവാണ് ഏറ്റവും മൂല്യമേറിയതും എവിടെയും വിജയിക്കപ്പെടേണ്ടതും. പ്രപഞ്ചനാഥനും പരിശുദ്ധ റസൂലും ഇൽമ് നേടുന്നതിൻ്റെയും തേടുന്നതിൻ്റെയും പ്രാധാന്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൽമ സമ്പാദിക്കുന്നതിനെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് ദീൻ ഇസ്ലാം. അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിൽ പോലും ആദ്യമായി ഇറങ്ങിയ ആയത്ത് ജനങ്ങളെ ഇൽമ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. അറിവൊരു വിശ്വാസിയുടെ കടന്നുപോയ സ്വത്താണ്. അത് നിങ്ങൾ എവിടെ കണ്ടാലും പൊറുക്കിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉത്രിബു ഇൽമ വലൗ ബിസ്വീൻ. നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് കരസ്ഥമാക്കുക. ഇത്തരം ഹദീസുകളിലൂടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇൽമിന്റെ പ്രാധാന്യം വിവരിച്ചു തരുന്നുണ്ട്. അറിവ് സമ്പാദിക്കുന്നതിനെ വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. വിജ്ഞാന ഖനികൾ ആഴമുള്ളതും അതിന്റെ ചക്രവാളങ്ങൾ അനന്തവുമാണ്. പണ്ഡിതന്മാരെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായിട്ടാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത്. പണ്ഡിതന്മാർ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ദിനാറോ ദിർഹമോ ശേഷിപ്പിച്ചിട്ടില്ല. അവർ ബാക്കിയാക്കിയത് വിജ്ഞാനം മാത്രമാണെന്നും അവിടുന്ന് കൂട്ടിച്ചേർത്തു. ഖുർആനിൽ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്ന പദങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് ഇൽമ സംബന്ധിയായ പദങ്ങളാണെന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. ഇൽമ പഠിച്ച് നല്ല മുസ്ലിമായി നാളെ സ്വർഗത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എന്നെയും നിങ്ങളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.